ഞാൻ ഉറങ്ങിയിട്ട് എനിക്ക് 2 ദിവസമായി. എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല. സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും. എന്നെ സ്നേഹിക്കണമെന്ന് പറയാനും എന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കാനും ഈ ജീവിതത്തിൽ ഇനി ഒരാളുണ്ടാവുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. നാണുവായിട്ടുണ്ടായല്ലോ ആ സന്തോഷം. പക്ഷേ എന്റെ സങ്കടം ഞാൻ ഓരോ തവണ പറയാൻ തുടങ്ങിയപ്പോഴും നാണുവായിട്ട് എന്നെ പറയാൻ അനുവദിച്ചില്ല. ഇനിയെങ്കിലും പറഞ്ഞില്ല എന്ന് വെച്ചാ എനിക്ക് പറയേണ്ട പറ്റില്ല. ഞാനൊരു ഭാര്യയായിരുന്നു. എന്റെ ഭർത്താവ് പ്രസ്ഥാനത്തിന് വേണ്ടി സ്വയം പ്രതി കൊടുക്കാൻ നടക്കുന്ന തിരക്കിലായിരുന്നു. എപ്പോഴും ഒരു തലോടലിന് വേണ്ടി, എന്നതേത് മാത്രമായി ഒരു നിമിഷത്തിന് വേണ്ടി ദാഹിച്ചു നിന്ന് എന്റെ മനസ്സ് ഗോപിയേട്ടൻ കണ്ടേയില്ല. അതോ സ്നേഹത്തിന് വേണ്ടിയുള്ള എന്റെ സ്വാർത്ഥതയിൽ അദ്ദേഹത്തിന്റെ മനസ്സ് ഞാൻ കാണാതെ പോയോ? തെറ്റാരുടെ ആയാലും ഒരിക്കലും ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കിയേയില്ല. പിരിഞ്ഞിട്ടിപ്പോൾ 4 വർഷമായി. ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയില്ല. രാഷ്ട്രീയത്തിൽ ഗോപിയേട്ടൻ ഒരു എക്സ്ട്രീമിസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ തമ്മിൽ പിരിയുമ്പോഴേ പോലീസ് അദ്ദേഹത്തിന്റെ തലയ്ക്ക് വില പറഞ്ഞിരുന്നു. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ ഇരുമ്പൈകൾക്ക് പിന്നിൽ എവിടെയെങ്കിലും മരണത്തിന്റെ നിമിഷങ്ങൾ എന്നെ കഴിയുന്നുണ്ടാവും. അതൊക്കെ മറക്കാൻ ശ്രമിക്കുക. കരയോ നിർമ്മലേ, നമുക്ക് നമ്മളെ കുറിച്ച് ചിന്തിക്കാം. ഞാൻ പറഞ്ഞു തീർന്നോട്ടലാണ് കേട്ടോ. 1.5 വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. അതിന്റെ ഓർമ്മയായി എനിക്കൊരു കുട്ടിയുണ്ട്, എന്റെ മോൻ. വല്ലപ്പോഴും ഒരിക്കൽ പാടത്തിന്റെ വരമ്പിലൂടെ നടന്നു വരുന്ന അമ്മയെയും കാത്ത് വീട്ടിൽ എന്റെ അച്ഛന്റെ കൂടെ എന്റെ മോൻ വളരുന്നു. അവനെ കാണാൻ പോയി തിരിച്ചു വരുന്ന ദിവസങ്ങളിലാണ് സ്കൂളിൽ ഞാൻ വൈകി എത്താറ്. നാനോട്ട് എന്നോട് പറഞ്ഞതേ എനിക്കും പറയാനുള്ളൂ. പെട്ടെന്നൊരു തീരുമാനത്തിലെത്തരുത്. സാവകാശം ആലോചിച്ച് എന്നിട്ട് മാത്രം. എനിക്കെന്തോ ആകെ ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്നു. അത് ആവശ്യത്തിൽ കൂടുതൽ സ്വന്തം മനസ്സിനെ പരീക്ഷിക്കുന്നുകൊണ്ടാണ്. ജസ്റ്റ് ആസ്ക് യുവർസെൽഫ്, നിർമ്മലയുടെ ചിത്രം മനസ്സിൽ നിന്ന് വായിച്ചു കളയാൻ ആഷ്ക പറ്റും? പറ്റുമെന്നുണ്ടെങ്കിൽ forget it, ഇല്ലെങ്കിൽ be a man. പക്ഷേ ഇത്തരം ട്രാജഡികൾ ആരുടെ ജീവിതത്തിലും എപ്പോ വേണമെങ്കിലും വരാം. മാഷിന്റെ പാസ്റ്റ് എന്താണെന്ന് ആ കുട്ടി അന്വേഷിച്ചു? ഇല്ലല്ലോ. ബന്ധങ്ങൾ തുടങ്ങേണ്ടത് ഇന്നലൂടെ ചാരത്തുനിന്നല്ല മാഷേ. യെസ്, ദാറ്റ് ഈസ് റൈറ്റ്. ലെറ്റ്സ് മേക്ക് എ മൂവ്. മാഷ് സ്വയം തീരുമാനിക്കും. അതാണ് എൻ്റെ ശരി.
എന്നാണോ എഴുന്നേടാ പാടാവുള്ളേ. നമ്മളെ നിർമ്മലക്ക് ടെലഗ്രാം ഉണ്ട്. വിശേഷിക്കൊന്നുമില്ല, കുട്ടിക്കൊരു ചെറിയ പനിയോ മറ്റോ. എന്റെ മോനോ? എവിടെ ടെലഗ്രാം? അയ്യോ, അവ ഹോസ്പിറ്റലിലാണല്ലോ. അപ്പൊ ചെറിയ പനി ആയിരിക്കില്ല. നാനോട്ടാ, എന്റെ മോൻ. പേടിക്കാനൊന്നുമില്ല. പനി കൂടിയപ്പോ ആസ്പത്രിയിലാക്കുന്ന നല്ലതെന്ന് തോന്നിയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അല്ല, അവന് വളരെ കൂടുതലായിട്ടുണ്ടാവും. അല്ല എങ്കിൽ ടെലഗ്രാമിൽ കാണൂലേ? ഫീവർ എന്ന് പ്രത്യേകം എഴുതിയിരിക്കുന്നു. നമ്മൾ വിഷമിക്കാതെ സ്കൂൾ കഴിഞ്ഞ് അവിടെ വരുന്ന് പോവാം. വൈകിട്ടോ? അത് പറ്റില്ല, ഇപ്പൊ പോണം. ഇപ്പോഴും നിർമ്മല എന്തായി പറയണേ? എക്സാമിനേഷൻ അടുത്ത് വരികയല്ലേ, ഇവിടെ എന്തൊക്കെ ജോലിയുണ്ട്? ഒന്നും പറഞ്ഞാൽ പറ്റില്ല. നാളോട്ടൊന്ന് വരുമോ? കരയാതെ. ഇവിടുത്തെ കാര്യങ്ങള് പരമേശ്വരൻ മാഷേ, കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞേ. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ആരും ഇരിക്കണമെന്നില്ലെന്നും ഡോക്ടർ പറഞ്ഞു. നമുക്കങ്ങ് പുറപ്പെട്ടാലോ? ഞാനോ? ഈ കിടപ്പ് കണ്ടിട്ട് ഞാൻ എങ്ങനെ പുറപ്പെടുക? വന്നാൽ തന്നെ ഞാൻ ഇങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുക. ഞാനിവിടെ എങ്ങനെ ഒറ്റയ്ക്ക് കഴിയുക നിർമ്മലയില്ലാണ്ടേ? ഇപ്പോ ഞാൻ അങ്ങോട്ട് കരുതുന്ന പോലെ നിർമ്മല ഇങ്ങോട്ട് കരുതിക്കൊള്ളണമെന്നില്ലല്ലോ, അല്ലേ?
നിർമ്മല ടീച്ചർ വന്നില്ലല്ലോ മാഷെ. കുട്ടിക്ക് എങ്ങനെയുണ്ട്? പിറ്റേന്ന് തന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ടാ അവിടെ നിർത്തിയിട്ട് പോകുന്നത്. ഇപ്പൊ ദിവസം 2 കഴിഞ്ഞു, ഇനി എത്തിയിട്ടില്ല. കുട്ടിക്ക് ഭേദാകാഞ്ഞിട്ടോ? അത്ര സീരിയസ് ഒന്നും ഡോക്ടർ പറഞ്ഞതാ. എന്നാലും കൊച്ചുകുട്ടിയല്ലേ മാഷെ. എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കൂടിയാ ഇവിടുത്തെ കാര്യങ്ങൾ ആരാ നോക്കുക?